نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം അതിന്റെ ആദ്യ ലക്ഷ്യം തൗഹീദ് ഇത് ഉണ്ടാക്കലാണ്, ഉണ്ടാവലാണ്. നമ്മുടെ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ ആ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന ഒരു നിർഭയത്വവും ഒരു അനുഭൂതിയും ഒരു സന്തോഷവും ഉണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ കുറെ ഖുതുബകളിലൂടെ പഠിച്ചു വന്നത്. ആ ഈമാൻ അനുഭവിക്കാനും ആസ്വദിക്കാനും നമുക്ക് കഴിയുമ്പോൾ ഇതുണ്ടാവുന്നതോടുകൂടി ആ സമൂഹത്തിൽ ഉണ്ടാവേണ്ടുന്നൊരു സംസ്കാരമാണ് മനസ്സലിവുള്ള, ഹൃദയശുദ്ധിയുള്ള ഒരു കൂട്ടം ആളുകൾ വളർന്നു വരിക എന്നത്. ആ ആളുകൾക്കിടയിൽ പരസ്പര സ്നേഹം, സൗഹാർദ്ദം, സാഹോദര്യം ഇതെല്ലാം നിറഞ്ഞു നിന്ന്
ഇവയുടെ അടിത്തറയിൽ രൂപം കൊടുത്ത ഒരു കൂട്ടായ്മയാകണം മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. അവര് നല്ല കാര്യത്തിൽ സഹകരിക്കുന്നവരും നന്ദി കെട്ട ഒരുത്തനും അതിൽ സ്ഥാനമുണ്ടാവുകയുമില്ല. അതുകൊണ്ടാണ് മുഅ്മിനുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞങ്ങനെ അറിയാമോ? മുഹമ്മദും റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും. അല്ലാഹുവിന്റെ റസൂല് അവരാണ് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ കുഫാറുകളോട്, കുഫ്രിനോട് ഒരു പാരുഷ്യമുള്ളവരാണ്. എന്നാൽ പരസ്പരം സ്നേഹവും ഇഷ്ടവും സൗഹാർദ്ദവും നിറഞ്ഞു നിൽക്കുന്നവരാണ്. റുഹമാഉ ബൈനഹും. സ്നേഹമെന്നത് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഫളിലാണ്. ശത്രുത പിശാചിന്റെ സംഭാവനയാണ്. നമുക്കിടയിൽ നമ്മൾ ഏറ്റവും പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമുക്കിടയിലെ ബന്ധങ്ങൾ എന്നത്. നോക്കിയേ, നമ്മൾ സമീപിക്കുന്നത് വരെ പ്രാർത്ഥനയോടെയല്ലേ? അങ്ങനെ ഒരവസ്ഥ ഏതെങ്കിലും ഒരു മറ്റൊരു വിഭാഗത്തിൽ നമുക്ക് കാണുമോ? ഇല്ലല്ലോ. നോക്കൂ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ജസീറത്തുൽ അറബിൽ അത്യപൂർവമായ വിജയം ഉണ്ടാവാനുള്ള കാരണമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുക്കുന്ന വേളയിൽ ഏഷ്യ വിട്ട് യൂറോപ്പിന്റെ അതിർത്തികൾ വരെ ഇസ്ലാം കടന്നു ചെന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്ര വേഗത്തിൽ ദീനീ പ്രവർത്തനം വിജയിച്ചു? ചെറിയൊരു പരിശോധന നമുക്ക് ആവശ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈമാനിന്റെ മധുരിമ, അതിന്റെ മധുരോദാരമായ ആ അനുഭവം ആസ്വദിക്കുന്ന വ്യക്തികൾ എങ്ങനെയാവണമെന്നതാണ് അടുത്ത ചിന്ത നമ്മുടേത്. മക്ക വിട്ട് മദീനത്തെത്തി റസൂലും കൂട്ടരും ലോകത്തിന് മാതൃകയുള്ള ഒരു സമൂഹത്തെ അവിടെ സൃഷ്ടിക്കുകയാണ്. മദീനത്തുർ റസൂൽ, റസൂലിന്റെ പട്ടണമെന്നും മദീന മുനവ്വറ, പ്രശോഭിതമായ മദീന എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറുള്ളത്. നോക്കിയേ, ഇതുപോലെ മനോഹരമായ മാതൃകയുള്ള ക്ഷേമൈശ്വര്യമുള്ള നീതിയിലധിഷ്ഠിതമായ പ്രശോഭിതമായ മറ്റൊരു നാട് ലോകത്തെവിടെയും ഉണ്ടായിട്ടുണ്ടാവുകയില്ല. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയെ ഡിസൈൻ ചെയ്തത്? ലോകത്തിന് പകർത്തേണ്ടുന്ന എല്ലാ മൂല്യങ്ങളും, ലോകം പഠിച്ചിട്ടില്ലാത്ത മൂല്യങ്ങൾ കിട്ടുന്നത് മദീനത്ത് നിന്നാണ്. അതിനെന്താ റസൂൽ ചെയ്തെന്നറിയോ? മദീനത്ത് ആദ്യം ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫില്ലാഹി ബൈനൽ മുഹാജിരി വൽ അൻസാർ. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ അള്ളാഹുവിന്റെ പേരിൽ ഒരു സാഹോദര്യം അവിടെ ഉണ്ടാക്കി. ഈ ബന്ധത്തെ അള്ളാഹ് വിളിച്ചതെന്താ? യഹ്വ എന്നാണ്. ഇന്നമൽ മുഅ്മിനൂന യഹ്വ. നമ്മള് കുറച്ചിങ്ങനെ ഇതൊരു പ്രസംഗത്തിന് വേണ്ടി പറയുന്നതല്ല, നന്നായി ഓർത്തെടുക്കേണ്ടുന്ന ഒരു ആശയം ഇതിലുണ്ട്. ഇന്നമൽ മുഅ്മിനൂന യഹ്വ. മുസ്ലിമീങ്ങളായ നമ്മൾ, നമ്മുടെ നാടോ നമ്മുടെ ലോകമോ ഒന്നും അവിടെ വേർതിരിച്ചിട്ടില്ല. മുഅ്മിനുകളാണോ നിങ്ങൾ? യഹ്വത്തുകളാണ്. അൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ഒരുപാട് വിശദീകരണങ്ങൾ തരുന്നുണ്ട്. ആരാണ് പ്രിയപ്പെട്ടവരെ അഹ് എന്ന് പറഞ്ഞാൽ? നമ്മള് പറയലുണ്ടല്ലോ, സഹോദരൻ, സുഹൃത്ത്, കൂട്ടുകാരൻ എന്നല്ലോ. അങ്ങനെ ഒരർത്ഥം അതിനല്ല. അഹ എന്ന് പറഞ്ഞാൽ സഹോദരൻ. എന്റെ അമ്മ എന്നെ പ്രസവിക്കുന്നതിന് മുമ്പോ പിമ്പോ പ്രസവിച്ചിട്ടുള്ള വ്യക്തിക്കാണല്ലോ നമ്മൾ സഹോദരൻ എന്ന് മലയാളത്തിൽ പറയുക, അല്ലെങ്കിൽ ഭാഷയിൽ പറയുക. ആ പേരിട്ടാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിക്കുന്നത്, നാട്ടിൽ പറയുന്നൊരു പ്രയോഗമുണ്ട്, ചോരയെ ഒഴിവാക്കാൻ കഴിയുമോ എന്ന്. ചോരബന്ധം, രക്തബന്ധം എന്നാരെ പറയുക? ആ ബന്ധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിട്ട് വിളിക്കുന്നത്. ജന്മമെടുത്ത ബന്ധമാണ് ദീന് നമുക്കിടയിൽ തരുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് തൗബയിലെ 71-ാമത്തെ വചനമാണ്. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്ത് അൽമുഅ്മിനൂന വൽമുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനീങ്ങൾ തമ്മിൽ ഔലിയാക്കന്മാരാണ്. സാധാരണഗതിയിൽ ആർക്കാണ് നമ്മൾ ഔലിയ എന്ന് പറയാ? നമ്മളെല്ലാരെയും കാഴ്ചപ്പാട് അത് ഔലിയാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ അറിയോ, പച്ചക്കുപ്പായ ഇട്ടിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ചിലപ്പോ നമ്മൾ ഔലിയ എന്ന് പറയാ, അല്ലേ? അല്ലാഹുവുമായി അടുത്ത ബന്ധമുള്ളവർ, തമ്മിൽ കനത്ത ബന്ധമുള്ളവർ. അങ്ങനെ വരുമ്പോൾ ആയത്ത് വിശദീകരിക്കുന്നത് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. വയുഖീമൂന സ്വലാത്ത് വയൂതൂന സക്കാത്ത്, നിസ്കാരം നിലനിർത്തുന്നു, സക്കാത്ത് കൊടുക്കുന്നു. വയുതീഊന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നു. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവർക്കാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഈ ഔലിയാക്കന്മാർക്കാണ് അല്ലാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും കാരുണ്യവും പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെയായിരിക്കണം ഇസ്ലാമിക സാഹോദര്യം? മക്കയിൽ നിന്ന് വന്നവരെ അവരെങ്ങനെയാ സ്വീകരിച്ചെന്നറിയോ? നെഞ്ചോട് ചേർത്തിയ, അല്ലേ? ചേർത്ത് വെക്കൽ മാത്രമല്ല, അതിന് രീതിശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ഈ മുഹാജിറുകളും അൻസാറുകളും തമ്മിലൊരു ബന്ധം, പ്രശോഭിതമായ മദീന ഉണ്ടാവാൻ കാരണം എന്താ? നിങ്ങളൊന്ന് ആലോചിക്കേ. ലോകത്ത് ഒരു രാജ്യത്തും ഇതിന് സമാനതകളില്ലാത്ത, ഇന്ന് അഭയാർത്ഥികളുണ്ട്, മുഹാജിറുകളുണ്ട്, പക്ഷെ അൻസാറുകളില്ല, അല്ലേ? വെട്ടിപ്പിടിച്ചും കൊന്നൊടുക്കിയും ഇല്ലായ്മ ചെയ്തും തകർത്തും അനേകം മനുഷ്യരെ അഭയാർത്ഥികളാക്കിയിട്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തുന്ന കാഴ്ചയാണ് ലോകത്ത് കാണുന്നതെങ്കിൽ ഇവരെക്കുറിച്ച്, ഇവരെ സ്വീകരണം എങ്ങനെയാ പറഞ്ഞെന്നറിയോ? നിങ്ങള് സൂറത്ത് ഹശ്റിലെ 9-ാമത്തെ ആയത്ത് വായിക്കണം. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഈ ആയത്തിന് നമ്മൾ എത്ര തഫ്സീർ നൽകിയാലും ബയാൻ നൽകിയാലും തീരൂല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കിയ സ്വാർത്ഥതയില്ലാത്ത മനുഷ്യർ ലോകത്തുണ്ടാവുമോ? സ്വാർത്ഥതയില്ലാത്ത മനുഷ്യരുണ്ടാവുമോ? നല്ല ആലോചിക്കണട്ടാ. ഇവര് കുറെ ആളുകൾ മക്കത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എന്തായാലും കുറച്ച് ചെലവ് വരും. ചുരുങ്ങിയത് അവർക്ക് 2 നേരെങ്കിലും ഉജീനം കൊടുക്കണ്ടേ? അങ്ങനെ ഒരു ചിന്ത പോലും അവരുടെ മനസ്സിൽ വന്നിട്ടില്ല എന്നാ. എന്നിട്ട് അവർ ചെയ്തെന്തറിയോ? അവർക്ക് പ്രത്യേകമായി ആവശ്യമുള്ളതെന്തോ അതുപോലും അവർ മറ്റുള്ളവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്ന. നമുക്ക് ഇതിപ്പോ രണ്ടും പാടങ്ങനെ നോക്കിയാലേ ഇതിപ്പോ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ആവശ്യമില്ല, എന്നാൽ മറ്റേത് അയാൾക്ക് കൊടുക്കാം. അങ്ങനെയല്ല അവർ ചെയ്തത്. ഈ 2 വസ്തുക്കൾ ഇതിലേത് വേണോ രണ്ടും കാണിച്ചു കൊടുത്തത്. ഈ സ്ഥലം വേണോ, ഈ സ്ഥലം വേണോ, നിങ്ങൾക്ക് ഏതാ വേണ്ടിച്ചെടുത്തോളൂ, ഇത് ഞാൻ ഉപയോഗിച്ചോളാം, അത് കൊടുക്കാമല്ല. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി നോക്കുക. പിറ്റേ കാലത്ത് കാലം കുറച്ച് പിന്നിട്ടപ്പോ ഇസ്ലാമിക ലോകം വളർന്ന് വനീമത്ത് സ്വത്തുകളും പലതും വന്ന സമയത്ത് ചില സ്ഥലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾക്ക് കൊടുത്ത്, ആ മുഹാജിറുകൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അൻസാറുകൾ തന്നിട്ടുള്ള ആ സ്ഥലം ഉണ്ടല്ലോ അതെന്താ അവർക്ക് കൊടുക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞത്, ഞങ്ങൾക്കത് വേണ്ട, നിങ്ങൾ എടുത്തോളിന്ന്. ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി തന്നതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സഹോദരങ്ങളുടെ മാനസികാവസ്ഥയാണ് അള്ളാഹ് ഈ പഠിപ്പിച്ചു തരുന്നത്. പിന്നെ വന്നപ്പോ അൻസാറുകൾക്ക്
കുറച്ച് സ്ഥലം കൂടുതൽ കൊടുത്തു. പൻസാറുകൾ പറഞ്ഞതറിയോ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ വേണ്ട, ഒന്നും കൂടി നിങ്ങൾ നോക്കണം. ആ അൻസാറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ പുണ്യമാണെന്നും അവരെ സ്നേഹിക്കണമെന്നുമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറയുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. എന്റെ സഹോദരൻ എന്റെ അമാനത്ത, അവനെ സ്നേഹിക്കൽ എന്റെ ബാധ്യതയാണ്. സ്നേഹമില്ലെങ്കിൽ, ഹൃദയം പങ്കിടാൻ കഴിയുന്നില്ലെങ്കിൽ റഹ്മത്ത് ഉണ്ടാവില്ല കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി എന്ന് തുടങ്ങുന്ന ആയത്ത് വിശദീകരിച്ചിട്ട് നമുക്കൊക്കെ സുപരിചിതമായ ഒരു ആയത്ത് പടച്ചോൻ പറഞ്ഞേക്കറിയോ, വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. ഞാൻ അതിന്റെ അർത്ഥമൊന്നും പറയണ്ടല്ലോ, ഇങ്ങനെ വായിച്ചെടുത്താൽ മതിയല്ലോ. വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും വഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ. നിങ്ങൾ ഒരു തീയിന്റെ വക്കിലായിരുന്ന് എന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി, നിങ്ങളുടെ കൽബുകൾക്ക് ഇണക്കമുണ്ടാക്കി തന്നു, ഇൽഫത്ത് തന്നു, കൽബുകൾക്ക് ഇണക്കമുണ്ടാക്കി തന്നു. എന്താ പറഞ്ഞെന്നറിയോ? ഒരു സെക്കൻഡ് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിനെയും റസൂലിനെയും അവിടുത്തെ സഹാബത്തിനെയും ഓർക്കാതെ ഒരു കാര്യവും മുസ്ലിമിന് ശരിയാവൂലല്ലോ. ആരായിരുന്നു റസൂലും സഹാബികളും? ഒരു തുള്ളി കള്ളിനും വൃത്തികേടിനും വേണ്ടി തലമുറകളോളം നീണ്ട യുദ്ധം ചെയ്ത ആളുകൾ, പക കാത്തു സൂക്ഷിച്ച മനുഷ്യന്മാര്, നീതിയും നിയമവും എത്തി നോക്കിയിട്ടില്ലാത്തൊരു ഖൗമ്, കാട്ടറബിക്കൂട്ടം, അഭിമാനത്തിന്റെ പേരിൽ പിറന്നു വീണ അരുമയായ തന്റെ പിഞ്ചോമനയെ കൊല്ലാതെ കുടിച്ചു മൂടിയ ആളുകള്. ഒരു ഗോത്രത്തിന്റെ ഒട്ടകം മറ്റൊരു ഗോത്രത്തിന്റെ തടാകത്തിൽ പോയി അല്പം വെള്ളം കുടിച്ചതിന്റെ പേരിൽ നീണ്ടകാലം യുദ്ധം ചെയ്ത മനുഷ്യന്മാര്. അവരിൽ നിന്നുണ്ടായ ഒരു സംസ്കാരമുണ്ട്, മാറിയ സംസ്കാരം. ആവർത്തിച്ച് ചില പേജുകളിലും സ്റ്റേജുകളിലും ഒക്കെ നമ്മൾ കേട്ടതാണല്ലോ. യർമൂക്കിന്റെ അവസാന രംഗമുണ്ട്. യർമൂക്ക് യുദ്ധം അവസാനിക്കുക, രണ്ടു ഭാഗത്തും കനത്ത നഷ്ടം വന്നിട്ടുണ്ട്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു യുദ്ധം അവസാനിച്ചപ്പോ ആ പടർക്കളത്തിലൂടെ ഒന്നിങ്ങനെ നടന്നു നോക്കുക. ഒരു തേങ്ങൽ, ഒരു ഞരക്കം കേട്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ തോൽസഞ്ചിയിൽ അല്പം വെള്ളമുണ്ട്. ഒരാളെ കാണുകയാണ്. കാണുന്നത് ആരെ അറിയോ? ഹാരിസ് ബിൻ ഹിശാം റളിയല്ലാഹു അൻഹുവിനെ. അദ്ദേഹത്തെ കണ്ടിങ്ങനെ നോക്കുമ്പോ അദ്ദേഹം വെള്ളത്തിന് വേണ്ടി അവസാനത്തെ പടയലാണ്. തിരിഞ്ഞു നോക്കിയപ്പോ ഇയാളെ കണ്ട വേളയില് മറ്റൊരു ഭാഗത്തുനിന്ന് വെള്ളം എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇയാളുടെ വായിൽ, നിങ്ങൾ കേട്ട കഥയാ, അയാളെ വായിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് വേറൊരാള് ഹയ്യാശിന് അബീ റബീഅ, അയാളിൽ നിന്ന് വെള്ളം എന്നുള്ള തേങ്ങല് കേട്ടപ്പോ അദ്ദേഹം ഇങ്ങനെ അപ്പുറത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് തൊട്ടടുക്കുന്ന ശബ്ദം. നമ്മളൊക്കെ കേട്ട് ചരിത്രങ്ങൾ ഇങ്ങനെ കേട്ടാൽ രോമാഞ്ചം ഉണ്ടാകുന്ന ഇക്രിമത്ത് ബിൻ അബീ ജഹലിന്റെ, സാക്ഷാൽ അബൂജഹലിന്റെ മകനാണ് കിടക്കുന്നത്. അദ്ദേഹം വെള്ളം എന്ന് പറയാ. ഈ സഹോദരൻ അങ്ങോട്ടിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, ശത്രുക്കളുടെ കുത്തും വെട്ടുമേറ്റ് ചോര വാർന്ന് പിണ്ടുകീറിയ വെയിൽ ചൂടില് ഒട്ടിയ വയറും പറ്റിയ ചുണ്ടുമായി ഒരൊറ്റ ശ്വാസത്തിനു വേണ്ടി പൊരുതുന്ന വേളയിൽ പോലും തൊണ്ടയിലേക്ക് ഊറ്റാൻ തുടങ്ങിയ ആ ജീവജലം കരളിന്റെ കഷ്ടമായ തന്റെ സഹോദരന്റെ തേങ്ങൽ കേൾക്കുമ്പോ മറ്റൊരുത്തന് നീട്ടിക്കൊടുക്കാൻ പറയുന്ന വേളയിലുണ്ടല്ലോ. അയാൾ തിരിച്ചു വന്നപ്പോ എല്ലാരും ഈ ലോകത്തോട് വിട പറയാണ്. ആ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിന് പകരം വെക്കാൻ ഈ ലോകത്ത് എന്താ ഉള്ളേ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. ആ വിശ്വാസികള്, ഞാനും നിങ്ങളും വിശ്വാസികളാണ്, അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, അവരും നമ്മളും എങ്ങനെയാണ്? ഒരു കുറ്റപ്പെടുത്താനല്ല കേട്ടോ, ഞാൻ അങ്ങനെ ആ ശൈലിയേ അല്ല. നമ്മൾ ഇരുന്ന ഇരിപ്പിൽ ആലോചിക്കുക, അവരും നമ്മളിങ്ങനെ ഓർക്കുമ്പോ എന്തായിരിക്കും നമ്മുടെയൊക്കെ ഒരു അവസ്ഥ? ഈ സ്നേഹത്തിന് അള്ള വില തരും. എപ്പോ അറിയോ? വേറെ ഒരു വിലയും കിട്ടാത്ത സന്ദർഭത്തിൽ
നാളെ പാരത്രിക ലോകത്ത് അസ്വസ്ഥതപ്പെട്ട് നിൽക്കുമ്പോ അള്ളാഹ് നമ്മളെ വിളിക്കുന്ന, അർശിന്റെ തണൽ വിരിച്ചിരുന്ന, എന്താ വിളിക്കുക? ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എന്റെ മഹത്വം കൊണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ടവരെവിടെ എന്ന് വിളിക്കും. എന്നിട്ടോ അൽ യൗമ ഉളില്ലുഹും മിൻ ളില്ലി യൗമ ലാ ദില്ല ഇല്ലാ മിൻ ളില്ലി, എന്റെ തണലല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഈ വേളയിൽ ഞാൻ നിങ്ങൾക്കിതാ തണൽ തിരിച്ചു തരും എന്ന് പറയാണ്. ഈ പറയുന്നതിനൊരു സന്ദർഭമുണ്ട്, നമുക്കൊക്കെ അറിയുന്നൊരു സന്ദർഭ. ഏതാ സന്ദർഭം എന്നറിയാം? അത് പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കുക. നമ്മുടെയൊക്കെ കൽബിന്റെ പശ പോയിട്ടുണ്ടോ? നമുക്കെല്ലാം ഉണ്ടിട്ടാ, പക്ഷെ ആ കൽബിന്റെ ഒരു കൊളുത്തുണ്ടല്ലോ, അത് പോയോന്ന് കൂടി ഇത് പറയുമ്പോ ആലോചിക്കണം. നബിയുടെ സദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെങ്ങനെ മുന്നിലൂടെ ഇങ്ങനെ വരിക. അപ്പോ സദസ്സിൽ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുതരാം. അതിൽ ഒരാള് നബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നമ്മൾ കേട്ടിട്ടുണ്ടാവും, എന്നിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, നബി എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. അപ്പൊ ഹബീബായ തങ്ങൾ ചോദിച്ചു, നീ അത് അയാളെ അറിയിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് അയാളോട് അറിയിച്ചിട്ടുണ്ടോന്ന്. മൂപ്പരിങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, നമ്മളൊക്കെ വയർക്കണമാതിരി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഇങ്ങോട്ട് ചെന്ന് പറയാ, എങ്ങനെ അത് പറയാ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ പറയണമത്, ഫഅഖ്ബിർഹു, നീ അത് പറയണം. എന്ത് പറയണം? ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ് എന്ന് പറയണം. എന്നിട്ടാണ് ഇദാ അഹബ്ബ റജുലു അഖാഹു ഫൽയുഹ്ബിർ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹ് പറയാണ്, അല്ലാഹു നമ്മളെ വിളിക്കുന്നാണ്. നിങ്ങൾ നോക്കിയേ, ഇന്നിപ്പോ എനിക്ക് നിങ്ങളോട് ഇഷ്ടാന്നൊക്കെ പറഞ്ഞുണ്ടാകുന്ന ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കും അല്ലെ? അങ്ങനെ പറയൊന്നും വേണ്ട, പക്ഷെ നമ്മുടെ ബോഡി ലാംഗ്വേജില്, നമ്മുടെ പെരുമാറ്റത്തിൽ അത് കാണാൻ കഴിയണ്ടേ? അല്ലെ? നമ്മുടെ ശരീര ഭാഷയിൽ അത് കാണണ്ടേ? ഇഷ്ടം നിലനിർത്താൻ ശ്രദ്ധിക്കണ്ടേ? പരസ്പരം ബഹുമാനിക്കണ്ടേ? പരസ്പരം ആദരിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, നാട്ടിൽ എത്രയെത്ര ബന്ധങ്ങൾ തകർന്നു നിൽക്കുന്നു, ഒരുപാട് ബന്ധങ്ങൾ. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ആദർശങ്ങൾ പറയണ്ടെന്നോ നമ്മുടെ നയനിലപാടുകൾ വ്യക്തമാക്കണ്ടോ എന്നല്ല, എല്ലാം കൃത്യമായി പറയണം. പക്ഷേ ഭാഷ ഒരു ശൈലിയില്ല. നബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ അടുക്കൽ വന്നിട്ട് നബിന്റെ പാക്ക് വിളിച്ച് തെറി പറഞ്ഞൊരാളുണ്ട്. വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന ഭാഷ പടുവാണ് അദ്ദേഹം, ഭയങ്കരമാണ്. നബിനെ തോൽപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാ, കഥ പറഞ്ഞു തരില്ല. ആ പറഞ്ഞ മനുഷ്യൻ ആക്രോശിച്ചുകൊണ്ട് നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അയാളോട് ചോദിച്ച ചോദ്യം എന്താ അറിയാമോ? നബി ഒന്നും മറുപടി പറഞ്ഞില്ല. അഫറഗ്ത യാ അബൽ വലീദ്, വലീദേ അന്റെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അബുൽ വലീദ്, അബ് എന്നൊരു വാക്ക് വേറൊരാൾക്ക് ചേർത്തി കൊടുക്കണ്ടെന്ന് ചോദിക്കുന്നത് ഒരു സ്ഥാനം നൽകി ആദരിച്ച് വിളിക്കുന്ന വിളിയാണ്. അന്റെ കഴിഞ്ഞോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് മുഖപ്രസന്നത പുണ്യമാണെന്നും പുഞ്ചിരി പുണ്യമാണെന്നും പഠിപ്പിച്ച ദീനിന്റെ അനുയായികളാണ് നമ്മൾ. നോക്ക്, സലാം പറയല് ഹക്ക. ആ സലാം പറയുമ്പോ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മുസാഫഹത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈ പിടിച്ചാല് ആ കൈ മറ്റൊരാളിങ്ങനെ വിടുന്നത് വരെ ഇങ്ങനെ പിടിക്കും. ഇതൊരു വല്ലാത്തൊരു ശാസ്ത്രമല്ലേ? എന്താ ശാസ്ത്രം? ഈ കൈ പിടിച്ചാൽ തന്നെ അറിയും ഇതിന്റെ അവസ്ഥ, നമ്മുടെ സ്നേഹത്തിന്റെ ആഴം എത്രയാണ്. പലപ്പോഴും നമുക്കിടയില്, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, ആക്ഷേപിക്കാനല്ല, രാഷ്ട്രീയക്കാരുടെ മര്യാദ പോലും നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമുക്ക് വരുന്നില്ല എന്നുള്ളത് ഹക്കല്ലേ സഹോദരങ്ങളെ? ഇക്കഴിഞ്ഞ ദിവസം ഒരു നേതാവിന്റെ ആ അവസാനമുള്ള അന്ത്യയാത്ര കൊണ്ടുപോകുന്ന വേളയിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് റീത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഒഴിക്കാൻ നീണ്ട സമയം നിൽക്കുമ്പോൾ അവരോട് പറയുന്ന വാക്കുകൾ, ആശയവും പേരും ഒക്കെ നിങ്ങൾ എടുത്ത് വായിച്ചാൽ മതി. ഒരു പറഞ്ഞ വാക്ക്, ഞാൻ ഇവിടെ നിൽക്കണ്ടേ, അവരവസാനമായി കാണണ്ടേന്ന്. നിങ്ങൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സംഗതികളുണ്ട്. അൽ മുഅ്മിനു മിർആതു അഖീൽ മുഅ്മിൻ, അൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക, എല്ലാവർക്കും പറയാൻ നമുക്ക് നേരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയാം,
നമ്മൾ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന്റെ കണ്ണാടിയാണ്, സഹോദരനാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, കോപ്പി എഴുതി പഠിച്ചവരാ നമ്മളൊക്കെ. എന്താ കണ്ണാടിയുടെ പ്രത്യേകത? ഒരു ന്യൂനത വന്നാൽ അത് കാണിച്ചു തരും, അല്ലേ? ആ അവസ്ഥ റസൂലുള്ള വിശദീകരിച്ചു. അവനെങ്ങനെ ചേർത്ത് പിടിക്കുന്നവനാണ്, പിന്നിലൂടെ സംരക്ഷിക്കുന്നവനാണ്. പിന്നിൽ നിന്ന് വരുന്ന അപകടങ്ങളെ വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് സംരക്ഷണമായി നിൽക്കുന്നുള്ളതാണ്. അവിടെ ഫിത്നയെ തടയും. പിന്നിൽ നിങ്ങളുണ്ട്, മുന്നിലുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ കാര്യത്തിൽ നോക്കിയാൽ മതി. 3 കാര്യങ്ങൾ ബയാൻ ചെയ്യൽ നിങ്ങളൊക്കെ ചേർത്ത് വായിക്കണം. 3 കാര്യങ്ങൾ നമ്മൾ തമ്മിൽ നിർബന്ധമാണ്. ഒന്ന് തആവുൻ, തആറുഫ്, തനാസുഹ്. പരസ്പരം സഹായിക്കുക, പരസ്പരം അറിയുക, തനാസുഹ്, അങ്ങോട്ടുമുള്ള നസീഹത്ത് ഉണ്ടാവുക. ഇന്ന് പലതിലും നസീഹത്ത് പോയ സഹോദരങ്ങളെ. പരസ്പരം അറിവ്, തആറുഫ്. എന്തിനാണത്? ഇന്ന് അറിയില്ല. നബിന്റെ കൂടെ ജീവിക്കാൻ സഹാബത്ത് അത്രയും ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടറിയോ? ശരിക്കും മനസ്സിലാക്കണം. എന്ത് കണ്ടാലും അന്വേഷിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ. നമ്മുടെ മുഖം പാടിയാൽ ചോദിക്കാൻ ഒരാളുണ്ട്, അന്വേഷിക്കാൻ ഒരാളുണ്ട്, അല്ലേ? അതാണ് ആ സഹാബത്തിന്റെ വിജയം. ഒരിക്കൽ ഒരു സഹായം പറയുന്നതിനിടക്ക് വലിയ സംഭവമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരാളിങ്ങനെ മുഖം പാടി നിൽക്കുന്ന രംഗത്ത് പറഞ്ഞ് എന്താ വിഷമം എന്ന് വെച്ചു. എന്താ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് കാര്യം? ആ കിടക്കുന്ന മനുഷ്യൻ ഞങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല എന്ന് പറഞ്ഞു. ആരൊക്കെ കാണിച്ചു പറയാം? ഹബീബായ റസൂലിന്റെ ആ ഖബർ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. വെച്ചാൽ അവരുണ്ടായിരുന്നുവെങ്കിൽ സങ്കടങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. മുഖം പാടിയ ചോദിക്കാൻ ഒരാൾ വേണ്ട കൂട്ടരെ, അല്ലേ? ഒരാള് കൂട്ടുകാരന്റെ വിഷമം തീർക്കുന്നതിൽ ഇടപെട്ടാൽ അള്ളാഹു നമ്മെ സഹായിക്കും. നമ്മെ സംരക്ഷിക്കാൻ അള്ളാഹു നമുക്കൊരു മലക്കിനെ ഏൽപ്പിച്ചു തരും. അറബ് മൂലമൊന്നും പറയില്ല, അതിന്റെ അർത്ഥം ഞാനീ പറഞ്ഞിരുന്നത്. അള്ളാന്റെ തണലിലായിരിക്കും നമ്മൾ. നമ്മെ അള്ളാഹു സഹായിക്കുമോ? ഈ കൗമിനെ അള്ളാഹു തുണക്കുമോ? നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇന്ന് പലതും പറയാൻ പേടിയാ. പറഞ്ഞാൽ എന്താ, എനിക്കൊരു വിഷമുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ വേറൊരാളതിൽ സന്തോഷിക്കുമോ? അതാണ് ഇതിന്റെ വിഷമം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, നമ്മുടെ വിഷമത്തിൽ വേറൊരാൾ സന്തോഷിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ വിഷമത്തിൽ നമ്മൾ സന്തോഷിച്ചാൽ അവന്റെ വിഷമം അല്ലാഹു മാറ്റും. അത് നമുക്കുണ്ട് എത്തിച്ചു തരുന്നതാണ്. അതുകൊണ്ടാണ് വേറൊരാളുടെ പ്രയാസത്തിൽ സന്തോഷിക്കുന്ന അനുഭവം വലിയ ചെയ്യരുത് എന്ന് ദീന് നമ്മളെ ഉണർത്താനുള്ള കാരണം. മറിച്ച് അവനെ സഹായിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവണം. അത്ര ആത്മബന്ധ. നമ്മള് നബിന്റെയും സഹാബത്തിന്റെയും ജീവിതം ഒന്ന് ശരിക്കും പഠിച്ചു നോക്കിയേ. ഞാൻ നിങ്ങൾക്ക് അറിയണ കഥ തന്നെ പറഞ്ഞുതരാം. ജാബിർ റളിയല്ലാഹു അൻഹു നബിന്റെ ഏറ്റവും അടുത്ത ഒരാളാണ്. ഒരിക്കൽ ജാബിർ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അപ്പോഴാണ് കല്യാണത്തിന്റെ വിവരം അറിയണത്. ജാബിർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ വിവാഹം ആരോട് പറഞ്ഞില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടില്ല. അത്രയും പ്രിയപ്പെട്ടവരാ. എന്നാലോ കല്യാണം പറയാത്തതിന്റെ പേരിൽ ഒരു വിഷമവും റസൂലിനില്ലട്ടോ. എന്തുകൊണ്ട് എന്നൊരു ചോദ്യമല്ല. കാരണം നമ്മളെ വലിയ ആളായി കാണുമ്പോഴേ പ്രശ്നമുള്ളൂ. അതാണ് പ്രശ്നം. യാത്രക്കിടയില് അയാളെങ്ങനെ വായിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച്, ഈ ഒട്ടകത്തിനെ കൊടുക്കണോന്ന് ചോദിച്ചു. നബി, എന്തിനാ നിങ്ങൾക്ക് ഈ തള്ള ഒട്ടകം? ഇത് പ്രസവശേഷി നശിച്ചുപോയിട്ടുണ്ട്. ഇതിനൊരു മനുഷ്യന് വേണ്ടതിന് യാത്ര ചെയ്യാൻ കഴിയൂല. എന്തിനാണിതെന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ അവരോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാനിത് ഇന്ന ഒട്ടകാണെന്നുള്ള സിഫത്തും അതിന്റെ വർണ്ണനയൊന്നും അല്ല, നീ ഇതിനെ കൊടുക്കണോന്നാ ചോദിച്ചത്. നിങ്ങൾ എന്താ തരിക? അപ്പൊ നബി അതിന്റെ ഇടയ്ക്ക് കുറെ തമാശകളൊക്കെ പറയുന്നുണ്ട്. അവസാനം 40 ദിർഹമിൽ ആ കച്ചവടം ഉറപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് അതിനെ കെട്ടിക്കോ, നിങ്ങൾ പോയിക്കോളേ, ഞാൻ കാശ് വൈകുന്നേരം അവിടെ എത്തിച്ചോളാം. നബിന്റെ കയ്യിൽ നയാ പൈസ ഇല്ല. നബി പണം ഉണ്ടാക്കി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലെ, ഈ പൈസ ഇത് ജാബിറിന് കൊണ്ടുപോയി കൊടുക്കണം.
ആ കാണുന്ന ഒട്ടകത്തിന് കൂടെ പിടിച്ചോ, അതും ജാബിറിന് കൊടുത്തു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഥ പറയാൻ നീട്ടി പറയാൻ നേരമൊന്നുമില്ല. ജാബിറിനെ ഒട്ടകത്തിനെ വിൽക്കണം, സാമ്പത്തിക പ്രയാസമുണ്ട്. അള്ളാന്റെ റസൂലിന് ഒട്ടകത്തിന് ആവശ്യമില്ല. പക്ഷെ ഈ വിഷമം എങ്ങനെ മനസ്സിലായി? ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് മനസ്സിലായി. വാക്കുകളുടെ വരികൾക്കിടയിൽ നിന്ന് സങ്കടങ്ങളെ വായിക്കാൻ കഴിയുന്നത്ര മനുഷ്യന്റെ കൂടെയായിരുന്നു ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോടുകൂടി കൂടിയൊന്നും ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. നമ്മുടെ ബന്ധം അത്ര മോശമല്ല. ഞാൻ വെറുതെ ഒരു സൂചന പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ മോശമൊന്നുമല്ല. നമ്മൾ പരസ്പരം സഹായിക്കുന്നവരാണ്. അള്ളാന്റെ പ്രതിഫലം കൂടി ഒന്ന് കൊതിച്ച് ഒന്നുകൂടി അടുത്തിരിക്കുക. എന്തിന്? ആരാ വലുത് ആരാ ചെറുത് എന്ന് ഈ ഇരുത്തത്തിൽ അറിയോ? ഇല്ലല്ലോ. ഈ ഇരുത്തം ഒന്നായി ഞങ്ങൾ പറയാം. പുറത്തുനിന്ന് വേറൊരാള് വന്ന് കണ്ടാൽ ഈ ഇരുത്തത്തിന് മഹത്വമുണ്ട്. ഇവിടെ വലിയവനും ചെറിയവനുമില്ല. നിങ്ങളുടെ കാൽ ചുവട്ടിൽ എന്റെ തല വെച്ച് ഞാൻ സുജൂദ് ചെയ്താലല്ലേ നിസ്കാരം ശരിയാവുള്ളൂ. നിങ്ങളെ കാലിനോട്ടിൽ എന്റെ തല വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിക്കൊന്ന് പുറത്തല്ലേ, ദീനൊന്ന് പുറത്തല്ലേ? അതാണ് നമ്മുടെ ദീനെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നിലും ഒരിക്കലും ഒരേ അഭിപ്രായം വരാത്ത ആൾക്കാരാണല്ലോ അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെയല്ല, സൂചന പറഞ്ഞു തരാണ് കേട്ടോ. ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ നേരെ എതിരെ അഭിപ്രായമൊക്കെ അവർക്ക് ഉണ്ടാകാം. പക്ഷെ നന്മയുടെ കാര്യത്തിൽ അവർ മത്സരമാണ്. മനസ്സ് അതിനേക്കാൾ അടുപ്പമാണ്. ഒരു രംഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഉമറേ, എനിക്ക് സ്വർഗം കിട്ടുന്നതിന് നിനക്ക് വല്ല പ്രയാസമുണ്ടോ ഉമറേ എന്ന് ചോദിക്കുന്ന ചില ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് ആ ജനാസ അവിടെ കിടക്കുമ്പോഴാണ് ഖലീഫമാരെ തെരഞ്ഞെടുക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറിനെ ഞാൻ ഖലീഫയായി പ്രഖ്യാപിക്കുന്നു പറഞ്ഞു. എതിരഭിപ്രായം പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞറിയോ, അന വഅൻത ഹയ്യ്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞാനോ എന്ന് ചോദിച്ച് ഉമറിന്റെ ചടുലമായ നീക്കമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായി നിയോഗിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ പരസ്പരം അറിയണം. മാനുഷികമായ ദുർബലതകൾ നമ്മൾക്കിടയിൽ കാണും. അകലരുത്. നമ്മുടെ വിചാരങ്ങൾ, അഭിലാഷങ്ങൾ നിയന്ത്രിക്കണം. വെപ്രാളം, വ്യാമോഹം, അമിതാവേശം നിയന്ത്രിക്കണം. ശാന്ത മനസ്സോടെ ദൃഢനിശ്ചയത്തോടെ കാര്യങ്ങൾ നിർവഹിക്കണം. അനുചിതമായ ചലനങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം. പരസ്പരം ആദരിക്കണം. നന്നായി ബഹുമാനിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുവിന്റെ അർശ് നമ്മൾ കൊതിക്കണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. അങ്ങനെ ഒരു സാഹോദര്യ ബന്ധം നമുക്കിടയിൽ അല്ലാഹു നിലനിർത്തി തന്ന് ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു ദീനി മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു 3 ആൾക്കാർ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഈ 3 ആളും ഈ സദസ്സിൽ ഇങ്ങനെ നോക്കി. ഞാൻ പറയുന്നത് വേഗത്തിലാണ്, ശ്രദ്ധിക്കണം. 3 ആൾ ഇങ്ങനെ നോക്കിയിട്ട് 2 ആൾക്കാർ ഇങ്ങോട്ട് കയറി നിന്നു. ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി. അതിൽ ആ 2 ആളുകൾ ഒരാൾ എന്ത് ചെയ്തു എന്നറിയാം? ഈ സദസ്സിൽ ഈ ഹൽക്കയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോ അതിലേക്ക് കയറിയിരുന്നു. വേറൊരാൾ കയറാൻ ശ്രദ്ധിച്ചില്ല. അയാൾ ആ പിന്നില് അവിടെ ആ സീറ്റിൽ അങ്ങനെ നിന്നിട്ട് ഈ ക്ലാസ് ശ്രദ്ധിച്ചു. ഒരു ചങ്ങായി ഓടിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ 3 പേരെയും ചേർത്തിയിട്ട് ഒരനുഭവം പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ 3 പേരുടെ ഉപമ പറഞ്ഞു തരുന്നത്, ഒരാള് അള്ളാഹുവോട് അഭയം ചോദിച്ചു, അള്ളാഹു അയാൾക്ക് അഭയം കൊടുത്ത് സംരക്ഷണം കൊടുത്തു. മറ്റേ ചങ്ങായികള് കേറാൻ മടിച്ച ആളെ അതേപോലെ അള്ളാഹു അവൻ എന്തെങ്കിലും ഒരു പ്രയാസം വരുന്നതിന് അള്ളാഹു മടിച്ചു. അതുകൊണ്ട് പ്രയാസങ്ങളില്ലാതെ അവനെ അള്ളാഹ് കാത്തിരക്ഷിച്ചു.
മൂന്നാമത്തെ ചങ്ങായിണ്ട് ഓടിയോ. അള്ളാഹു അവനെയും അവഗണിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു ആമുഖമില്ലാതെ അങ്ങനെ പറഞ്ഞെന്തറിയാം. നമ്മളിവിടെ ഒരു ഖുർആൻ ലേണിംഗ് ക്ലാസ് വളരെ സജീവമായി ഖുർആൻ പഠന വേദി നടത്തുന്നുണ്ട്. കുറെ ആൾക്കാർ എത്തി നോക്കിയിട്ട് പോണവരുമുണ്ട്, വന്നവരുമുണ്ട്. ഒന്നും വിചാരിക്കരുത്, നേർക്ക് നേരെയാണ് പറയുന്നത്. അതുകൊണ്ട് അടുത്ത ആഴ്ച, ഒരു കൊല്ലം 1.5 കൊല്ലം ഒരു ക്ലാസ് കഴിഞ്ഞു. അടുത്ത ആഴ്ച ഒരു ക്ലാസ്സും കൂടി തുടങ്ങാണ്. നമ്മൾ ആ ബാച്ച് തുടങ്ങുമ്പോ അതിൽ കേറി ഇരുന്ന് അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടിയവനെ പോലെ ആകാൻ നമുക്ക് ശ്രമിക്കണം. നമുക്കതിന് സാധിക്കണം. ആ ദീനി മജ്ലിസിനെ അവഗണിച്ചവനെ പോലെ അള്ളാഹുവിന്റെ അവഗണന കിട്ടുന്ന ഒരാളായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ആ ഒരു കരുതൽ ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഒറ്റ വാക്കുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്താ പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിനാ വഅസ്ലിഹ് ദാത്തി ബൈനനാ. അല്ലാഹുവേ, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിനാ, ഞങ്ങളെ മനസ്സുകൾക്ക് ഇണക്കം തരണം. വഅസ്ലിഹ് ദാത്തി ബൈനനാ, ഞങ്ങൾക്കിടയിൽ നല്ല ഇസ്ലാഹ് നീ നിലനിർത്തി തരണേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരെയും ആദരിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നമുക്ക് തൗഫീക്ക് വേണം. ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പുറത്തു തന്ന് മാപ്പാക്കി പെരുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ശിഫയും സമാധാനവും നൽകി അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ മാറാവ്യാധികളിൽ നിന്ന് നമ്മളെയും അള്ളാഹു അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, മക്കൾ ഒരുപാട് പേരുണ്ട്. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ കാവലും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബന ഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا ارحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله.